വർക്കല ബീച്ച് ഇന്ന് ഞങ്ങൾ ഇവിടെയാണ്. അപ്പോൾ സബിത ഫ്രണ്ടിൽ പോയി കണ്ടില്ലേ, നടന്നു പോകണ്ട ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരാളോട് ചോദിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫ്രഷ് മീൻ കണ്ടു. അപ്പോൾ പറയുന്നത് വായ ഇങ്ങോട്ട് പോരാ മീൻ പെടയ്ക്കുന്ന മീൻ കാണാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ കിടന്നിട്ട്, ചേട്ടാ ഞാൻ ഇപ്പോൾ ഒന്നും പോയി നോക്കട്ടെ. ഇതേ വൈഫാണത്, ആ മഞ്ഞ ഷർട്ടിട്ട് പോകുന്നത് കണ്ടില്ലേ, കണ്ടില്ലേ, നല്ല പെടയ്ക്കുന്ന മീനുകളാണ്. ഇതെന്ത് വില ഉണ്ട് ചേട്ടാ ഇതൊക്കെ മീനുകൾ? അപ്പം മീനൊക്കെ നിസ്സാര വിലകളുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് മിക്കവാറും ഐസിട്ട മീനുകളാണ്. ഇത് കടലിൽ നിന്ന് പിടിച്ച് കണ്ടില്ലേ കരയ്ക്ക് കയറ്റിയിട്ടുള്ളൂ, കിടന്ന് പെടയിന് തിളങ്ങുന്ന മീനുകളാണ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ റിസോർട്ടുകളും ഹോട്ടലുകളാണ്. അപ്പോൾ ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ കൂടെ ഇതിലൊരു ചെറിയ വഴിയുണ്ട്, അതിൽ പോയിട്ടുണ്ടെങ്കിൽ ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തും. വർക്കല ക്ലിഫ്, അത് നല്ല പാറക്കൂട്ടങ്ങളുടെ സ്ഥലമാണ്, ഭയങ്കര ഹൈറ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ താഴേക്ക് നോക്കിയാൽ നമ്മളുടെ തീരം കാണാം. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ മതി, തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കേണ്ട സമയമുള്ളൂ. പക്ഷെ നമ്മൾ കാഴ്ചകളും കണ്ട് നടക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ്. കണ്ടില്ലേ, ഈ കൊടികളൊക്കെ ഇടുന്ന പാറി പറക്കുന്നത്. അപ്പോൾ ചൂടൊന്നും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല, കാരണം ഇതുപോലെ കാറ്റടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ സബിത വേണം നമുക്ക് ഒരു ജ്യൂസോ എന്തെങ്കിലും കഴിക്കാം. അപ്പം ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ മുകളിൽ ഉള്ള സ്ഥലത്താണ് കയറിയിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നാൽ നല്ല കാറ്റ്, ഫാനുകളൊന്നുമില്ല ഇവിടെ, കംപ്ലീറ്റ് കാറ്റടിക്കണ കാരണം ഫാനിൻ്റെ ആവശ്യമില്ല, ആ പൈസ അവർക്ക് ലാഭണം. അപ്പം ഞാനൊരു ചായ, സബിതയ്ക്ക് ഓറഞ്ച് ജ്യൂസ്. അപ്പം ചായ 40 രൂപ. ചായനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് മുതലാവണല്ലോ. അതിനുള്ളൊരു ചായ, നമ്മുടെ നാട്ടിലത്തെ ചായ തന്നെ, പക്ഷെ 40 എന്നുള്ളൂ റേറ്റ്. അപ്പോൾ സബിത ഒരു ഓറഞ്ച് ജ്യൂസും കുടിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് എല്ലാം കാഴ്ചകൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കി കണ്ട. ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പേടിയും കരുതണ്ട, കാരണം അത്രയ്ക്ക് ഹൈറ്റിലാണ് നമ്മളിരിക്കുന്നത് കേട്ടോ. താഴെ മീൻ കച്ചവടക്കാരാണത്. ഇതിൻ്റെ അടിയിൽ ഹോട്ടലാണ്, അവർക്ക് ആവശ്യമുള്ള മീൻ അവിടെ വഴിയിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണികൾ ഇതിലെ നടന്നു പോകുമ്പോൾ ഇഷ്ടമുള്ള മീൻ പറഞ്ഞാൽ ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്, മറ്റേ നല്ല നല്ല ഹാമൂറുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് നല്ല അടിപൊളി മീനുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ലൈവായിട്ട് ഇവിടെ നിന്ന് ഫ്രഷ് സാധനം അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ട് വറുത്തുകയോ കറി വെച്ചോ എങ്ങനെ വേണ്ടതെങ്കിൽ അവിടെ നിന്ന് തരും. അപ്പോൾ ഇതൊരു 3-4 തെങ്ങിൻ്റെ അത്രയ്ക്ക് ഹൈറ്റിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അപ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ച് താഴെ, വളരെ താഴെയാണ്. അവിടെ താഴെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാവില്ല, അത്രയും കുണ്ട്, അതായത് ഹൈറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ മലയുടെ ഉള്ളിൽ നിന്ന് കണ്ടില്ലേ ഒരു വെള്ളം വരുന്നൊരു സ്ഥലമുണ്ട് കണ്ടോ. അപ്പോൾ ആരോ ഇവിടെ പൈപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കൊണ്ട് എടുക്കാം. ഞാൻ അവിടെയൊക്കെ ഒന്ന് മുഖം കഴുകി കടലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. കണ്ടില്ലേ, നല്ല സൂര്യൻ്റെ വെളിച്ചം വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല രസമായിട്ടുള്ള സ്ഥലമാണ്. മണൽ ഇങ്ങനെ കുമിഞ്ഞ് കൂടി കിടക്കണം. അപ്പം ഞങ്ങൾ ഇതിൽ ഇങ്ങനെ താഴെ കൂടെ തന്നെ
ബീച്ചിൽ കൂടെ തന്നെ നടന്നിട്ട് ഞങ്ങൾ പോവാണ്. കണ്ടില്ലേ, നല്ല ചെങ്കല്ലാണ് ഇവിടെ, ചെങ്കല്ല്, പാറയല്ല ചെങ്കല്ലായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നമ്മുടെ കാസർഗോഡ് കാണുന്ന സാധനം. ഇതൊക്കെ നമ്മളുടെ ഉൾനാടുകളിലൊക്കെ ഉണ്ട് ഇതുപോലത്തെ കല്ല്. വെട്ടുകല്ല് എന്ന് പറയും, ചെങ്കല്ല് എന്ന് പറയും. അതിനേക്കാളും കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള സാധനത്തിന് തൃശ്ശൂർ ഭാഷയിൽ കാടക്കണ്ണൻ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ല. അപ്പം ഞങ്ങളിന്ന് 6 മണി ഒക്കെ ആയി, ഇരുട്ടായി തുടങ്ങണം. ഒരു അരമണിക്കൂറിന് ശേഷം ലൈറ്റുകളൊക്കെ കത്തിയതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകും.